ട്രൈ ചെയ്യാൻ പോണത് സവാള അച്ചാറാണ്. അതിനായിട്ട് മുഴുത്ത ഒരു സവാള എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഇച്ചിരി കനമുള്ള രീതിയിൽ ആദ്യമേ അരിഞ്ഞെടുക്കണം. അടുത്തതായിട്ട് സവാള അരിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് കരിവേപ്പില അതിലേക്ക് ഇടുക. പിന്നെ 3 പച്ചമുളക്, 3-4 നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക. 3-4 പച്ചമുളക് നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കരിയാപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. സവാള അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ നടുക്ക് ഭാഗത്തെ ഈ ഒരു സംഭവം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതിന് നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ട ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ടതൊന്ന് തിരുമി ശരിക്കും നല്ലതായിട്ട് മിക്സ് ചെയ്യുക. സവാള നമ്മൾ ഇച്ചിരി കനത്തിലാണ് അരിഞ്ഞേക്കുന്നത്. സവാള അരിയുമ്പം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ നടുക്ക് ഭാഗത്തെ ഒരു ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിന് അറിയാവുന്നൊരു, ഇംഗ്ലീഷിലൊരു പേര് പറയും, അതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതിനുശേഷം ഇത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കരിവേപ്പില അതിലേക്ക് ആഡ് ചെയ്യുക. കടുക് പൊട്ടിക്കണമെന്നുള്ളവർ കടുക് പൊട്ടിക്കുക. നമ്മളതിനെ കടുകിടുന്നില്ല. നമ്മൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ റൈസ് ബ്രാൻ ഓയിലാണ് നമ്മൾ വാങ്ങിച്ച് അതിൽ ഇടുന്നത്. അത് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. എണ്ണ ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇതിലൂടെ ഇടുക. ഇത് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. അത് നല്ലതായിട്ട് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയല്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായം എല്ലാം ചേർത്ത് ചൂടാക്കിയ ശേഷം എണ്ണ നമ്മൾ അരിഞ്ഞ വെച്ചതിലേക്ക് ഒഴിച്ച് അങ്ങനെ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതൊന്ന് നമ്മൾ നല്ലതായിട്ട് ചൂടാക്കിയ ശേഷം വഴറ്റിയ ശേഷം നമ്മളതിലേക്ക് ആവശ്യമുള്ളത്ര മുളക് പൊടി നമ്മൾ സ്വന്തമായിട്ട് തന്നെ കഴുകി ഉണങ്ങി പൊടിച്ച പൊടിയാണ്. എരിവിൻ്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ 2-2.5 സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്തു. അതിൽ കുറച്ച് കായപ്പൊടി, മഞ്ഞൾ, കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അതിനുശേഷം നല്ലതായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിരിക്കുകയാണ്.
ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയേക്കാണ്. നമ്മളൊരു പാത്രത്തിലേക്കത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കഞ്ഞിയുടെ കൂടെ അല്ല ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട്, പിന്നെ വേറെ കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് വളരെ ടേസ്റ്റുള്ള ഒരു കറി അച്ചാറാണ്. ഇത് കൂട്ടി നമുക്ക് ന്യായമായ രീതിയിൽ കഴിക്കാൻ പറ്റും.